രാത്രി 9 മണി. വീടിന്റെ വരാന്തയിൽ ഒരു പെൺകുട്ടി നല്ല വസ്ത്രം ധരിച്ചു കണ്ണു നിറച്ചു നിൽക്കുകയായിരുന്നു. അവളുടെ പേര് ദേവിക. വിവാഹം കഴിഞ്ഞ് വെറും 3 മണിക്കൂറുകൾ മാത്രം. അവളുടെ ഭർത്താവ് ആദിത്യൻ ഒരു കോളേജിൽ പ്രൊഫസർ. കഠിന സ്വഭാവം, വികാരങ്ങളെ വെറുക്കുന്ന ആളെന്ന് എല്ലാവരും പറയുന്ന മനുഷ്യൻ. പക്ഷെ സത്യം മറ്റൊന്നായിരുന്നു. അവന്റെ ഹൃദയത്തിൽ ഇതിനു മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു. മീര, ഒരിക്കൽ ജീവനേക്കാൾ സ്നേഹിച്ച പെൺകുട്ടി. എന്നാൽ അവളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു. ആ ദിവസത്തിന് ശേഷം ആദിത്യന് ഹൃദയം കല്ലായി മാറി. പ്രണയത്തെയും വിവാഹത്തെയും അയാൾ വെറുത്തു. പക്ഷെ ഒരു ദിവസം മുത്തച്ഛൻ്റെ അവന്മാരുടെ അവസാന ആഗ്രഹം കാരണം അയാൾ നിർബന്ധനായി വിവാഹം കഴിക്കേണ്ടി വന്നു. നീ വിവാഹം കഴിക്കാതെ ഞാൻ കണ്ണടക്കില്ല ആദി. ആ വാക്ക് മാത്രം. ആ വാക്ക് അവൻ്റെ തീരുമാനത്തെ മാറ്റേണ്ടി വന്നു. എല്ലാവരുടെയും നിർബന്ധത്തിന് അവൻ വഴങ്ങി. അതുകൊണ്ടാണ് ദേവികയുടെ കഴുത്തിൽ താലി വീണത്. പക്ഷെ അവളെ ഒരിക്കലും ഭാര്യയായി സ്വീകരിക്കില്ലെന്ന് ആദിത്യൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. വിവാഹരാത്രി. മുറിയുടെ വാതിൽ തുറന്ന് ആദിത്യൻ അകത്തേക്ക് വന്നു. ദേവിക പതിയെ എഴുന്നേറ്റു. അവളുടെ കണ്ണുകളിൽ ഭയവും പുതിയ ജീവിതത്തിന്റെ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷെ ആദിത്യൻ അവളെ നോക്കുക പോലും ചെയ്തില്ല. കോട്ടൂരി കസേരയിലിട്ടുകൊണ്ട് തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, ഒരു കാര്യം ആ ദിവസം തന്നെ ക്ലിയർ ചെയ്യാം. ദേവിക നിശബ്ദമായി ഒന്ന് നോക്കി. ഈ വിവാഹം എൻ്റെ ഇഷ്ടത്തിന് നടന്നതല്ല. അവളുടെ മുഖം ഒന്നും മങ്ങി. ഒന്നും മനസ്സിലാവാത്ത രൂപത്തിൽ അവനെ നോക്കി. അതുകൊണ്ട് ഭർത്താവ് എന്ന അവകാശം പ്രതീക്ഷിക്കണ്ട. അവളൊന്നും മിണ്ടാതെ നിന്നു. അവൻ വീണ്ടും തുടർന്നു, ഈ മുറിയിൽ നിനക്കൊരു ഭാഗം, എനിക്കൊരു ഭാഗം. എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വരരുത്. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ കത്തിക്കുത്തി പോരെന്ന്. എങ്കിലും ദേവിക പതിയെ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ നിങ്ങളോട്? ആദിത്യൻ ഒന്ന് ചിരിച്ചു. പക്ഷെ അത് പരിഹാസം നിറഞ്ഞ ശരിയായിരുന്നു. നിന്നെ വിവാഹം കഴിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരു നിമിഷം ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൾ കരഞ്ഞില്ല. അമ്മ പറഞ്ഞൊരു വാക്ക് അവൾ ഓർത്തു. ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ അവിടെ ഒരു പ്രണയത്തിന് വിലയില്ല മോളെ. അവൾ തല താഴ്ത്തി അവിടെ ഇരുന്നു. ആ രാത്രി അവർ ഒരേ മുറിയിൽ രണ്ടന്യന്മാരെ പോലെ ഉറങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. ദേവിക അവനോട് അടുക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കി. ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുത്തും അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ ആദിത്യൻ അവൾ അവിടെ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാറില്ല. ഒരു ദിവസം രാവിലെ ചായ അവൾ സന്തോഷത്തോടെ കൊണ്ടുവന്നു. ഒരു സിപ്പ് കുടിച്ച ശേഷം അവൻ്റെ മുഖം ചുളിഞ്ഞു. ഇത് ചായയാണോ? അവളൊന്ന് പതറി. ഞാൻ വീണ്ടും ഉണ്ടാക്കാം. വേണ്ട, നിനക്കിതൊന്നും പറ്റുന്ന കാര്യമല്ല. വാക്കുകൾക്ക് എല്ലാം മുറിവേൽപ്പിക്കാനുള്ള മൂർച്ച ഉണ്ടായിരുന്നു. ഒരു ദിവസം കോളേജിലേക്ക് അവൻ ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നുപോയി. ദേവിക അത് കൊടുക്കാനായി കോളേജിലേക്ക് ചെന്നു. അവൻ ഓഫീസ് റൂമിൽ അവിടുത്തെ സഹപ്രവർത്തകരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സാർ, മാരേജ് ലൈഫ് എങ്ങനെയുണ്ട്? അയാൾ ചെറിയ ചിരിയോടെ പറഞ്ഞു. ഫോഴ്സ്ഡ് കമ്മിറ്റ്മെൻറ്റ്. അകത്തേക്ക് നടക്കാൻ നിൽക്കുകയായിരുന്നു. ദേവിക അത് കേട്ടു. ഒരു നിമിഷം അവളുടെ മുഖം വെളുത്തുപോയി. അവൾ അകത്ത് കയറാതെ ശബ്ദമില്ലാതെ തിരിച്ചു നടന്നു. അന്ന് ദിവസം രാത്രി ഫുഡ് കൊടുക്കുന്നു. അവൻ മേശപ്പുറത്ത് വെച്ചു. സാധാരണ പോലെ സംസാരിക്കുന്നില്ല. ആദിത്യൻ അത് ശ്രദ്ധിച്ചു. എന്താ, ഇന്ന് നാവിറങ്ങിപ്പോയോ? ദേവിക ശാന്തമായി അവനോട് ചോദിച്ചു. ഞാൻ നിങ്ങളെ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? നീ എന്താ ഡ്രാമ കളിക്കാണോ? ആ വാക്ക് കേട്ടപ്പോൾ അവിടെ ക്ഷമ പൊട്ടി. ആദ്യമായി അവൾ അവൻ്റെ കണ്ണിൽ നോക്കി സംസാരിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരാളെ അഭിമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അവനൊന്ന് ഞെട്ടി. ഇതുവരെ തലകുനിച്ചിരുന്ന പെൺകുട്ടി ഇന്ന് ആദ്യമായി അവനെ എതിർത്തു. നിങ്ങളുടെ മനസ്സിൽ മറ്റൊരാളുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ എനിക്ക് തരണ്ട. മുറി കുറച്ചു നേരം ശബ്ദമായി. ആദ്യത്തിൻ്റെ ഈഗോ കത്തിപ്പൊങ്ങി. നീ എൻ്റെ ജീവിതത്തിൽ കുറച്ചേറെ അഭിപ്രായം പറയണ്ട. അപ്പോൾ എൻ്റെ ആത്മാഭിമാനത്തെക്കുറിച്ചും നിങ്ങളും തീരുമാനിക്കണ്ട. അത് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. ആ രാത്രി ആദ്യത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ വാക്കുകൾ അവൻ്റെ മനസ്സിൽ മുങ്ങിക്കൊണ്ടിരുന്നു. നിങ്ങളുടെ മനസ്സിൽ മറ്റൊരാൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ എനിക്ക് തരണ്ട. ആദ്യമായി അവനിക്ക് ചെറിയൊരു കുറ്റബോധം തോന്നി. പക്ഷെ അവൻ്റെ അഹങ്കാരം അതിനെ മൂടി. 2 ദിവസം കഴിഞ്ഞ് ദേവിക പനി പിടിച്ച് കിടക്കുകയായിരുന്നു. എങ്കിലും അവൾ കിച്ചണിൽ കയറി അവന് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആദിത്യൻ അകത്തേക്ക് വന്നത്. ഇന്ന് പുതിയ ആക്ടിംഗ് ആണോ? അവളൊന്നും മിണ്ടാതെ നിന്നു. പെട്ടെന്ന് അവൾ തലചുറ്റി താഴെ വീണു. ദേവിക. ആദ്യമായി അവളുടെ പേര് വിളിച്ചവൻ ഓടിച്ചെന്ന് അവളുടെ നെറ്റിയിൽ കൈവച്ചപ്പോൾ ശരീരം കത്തുന്ന പോലെ ചൂട്. ആശുപത്രിയുടെ മുറിയിൽ ദേവിക ശാന്തമായി കിടക്കുകയായിരുന്നു. മുഖം ക്ഷീണിച്ചു പോയിരുന്നു. കസേരയിലിരുന്ന് ആദിത്യൻ അവളെ നോക്കി. ജീവിതത്തിൽ ആദ്യമായി അവളെ ഭാര്യ എന്നാൽ ഒരു മനുഷ്യനായി കാണാൻ ശ്രമിക്കുകയായിരുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോൾ ചോദിച്ചു, മിസ്റ്റർ ആദിത്യൻ, ഭാര്യയ്ക്ക് ഇത്ര പനിയുണ്ടായിട്ടും ശ്രദ്ധിച്ചില്ലേ? വാക്ക് കേട്ടവൻ മിണ്ടാതെ നിന്നു. ശരീരം പൂർണ്ണമായി വീക്കാണ്. സ്ട്രെസ് കൂടുതലുണ്ട്. സ്ട്രെസ്. ആ വാക്ക് അവൻ്റെ മനസ്സിൽ കുടുങ്ങി. ആ സ്ട്രെസ്സിൻ്റെ കാരണം ആരെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. രാത്രി സ്ഥലം മാറിയതുകൊണ്ട് ഉറക്കം വരാതെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ദേവിക നല്ല ഉറക്കത്തിലായിരുന്നു. നല്ല പലിയനായതുകൊണ്ട് അവൾ മെല്ലെ എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി. ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ആദ്യത്തിനൊന്ന് ഞെട്ടി. അവൾ വീണ്ടും പറഞ്ഞു, എന്നെ വെറുക്കരുത്. അവൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് തകർത്തു.
ആദ്യമായി കുറ്റബോധം അവനെ വേദനിപ്പിച്ചു. വീട്ടിലേക്ക് തിരിച്ചു വന്ന ശേഷം ആദിത്യന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി. ദേവിക അത് ശ്രദ്ധിച്ചിരുന്നു. രാവിലെ ടേബിളിൽ മരുന്ന് എടുത്തു വെക്കും. ഡോക്ടർ പറഞ്ഞതുപോലെ മരുന്നും ഫുഡും സമയത്ത് കഴിക്കണം. ദേവിക അത്ഭുതത്തോടെ അവനെ നോക്കി. താങ്ക്സ്. ഓവർ തിങ്ക് ഒന്നും ചെയ്യേണ്ട, റെസ്പോൺസിബിലിറ്റി മാത്രം. വാക്കുകൾ ഇപ്പോഴും ദേഷ്യമുണ്ടെങ്കിലും മുമ്പത്തെ പോലെ ക്രൂരമായിരുന്നില്ല. ഒരു ദിവസം മഴ പെയ്യുന്ന വൈകുന്നേരം എന്തോ ഷോർട്ട് ഇഷ്യൂ കാരണം കറണ്ട് പോയി. ദേവികക്ക് ഇരുട്ട് പേടിയായിരുന്നു. അവൻ കിച്ചണിൽ വന്നപ്പോൾ മിന്നൽ വെട്ടി ഭയന്ന് ദേവിക ക്ലാസ് വീണു. ദേവിക ആദിത്യൻ ഓടി വന്നു. അവളുടെ കയ്യിൽ ചെറിയ മുറിവ് പറ്റിയിരുന്നു. ഇത്രയും കെയർലെസ് ആണോ? അവൾ പേടിച്ച് കുറഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഇരുട്ട് പേടിയാണ്. അയാളൊരു നിമിഷം മിണ്ടാതെ നിന്നു. എന്നിട്ട് ഫോൺ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് അവളുടെ അടുത്ത് വെച്ചു. ഇവിടെ ഇരിക്കും. ആദിത്യൻ ആദ്യമായി അവൾക്ക് ഒരു ചായ ഉണ്ടാക്കി. അവൾ കപ്പ് വാങ്ങുമ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനുണ്ടാക്കി? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ടൊരു ചോദ്യം വേണ്ട. അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു. അത് കണ്ടപ്പോൾ എന്തോ അപ്രതീക്ഷിതമായ സമാധാനം അവനിക്ക് തോന്നി. പക്ഷേ ഉടൻ തന്നെ മനസ്സിനെ ശാസിച്ചു. ഞാൻ വീക്ക്നെസ് കാണിക്കരുത്. കാരണം എവിടെയോ എപ്പോഴും അവൻ്റെ ഹൃദയത്തിൽ മീര ഉണ്ടായിരുന്നു. അടുത്ത ദിവസം കോളേജിൽ ആദിത്യൻ സ്റ്റാഫ് റൂമിലേക്ക് കയറി. ആദി, അവിടെ ഒരു ചെറിയ പരിചിത ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം അനിശ്ചലമായി. മീര. വർഷങ്ങൾക്ക് ശേഷം അവൾ ഇതാ മുന്നിൽ വന്നു നിൽക്കുന്നു. അതേ കണ്ണുകൾ, അതേ പുഞ്ചിരി. ആദിത്യൻ്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. മീര ചെറിയ ചിരിയോടെ പറഞ്ഞു. ഞാൻ ഇവിടെ ന്യൂസ് സൈക്കോളജി ലെക്ചറായി കയറിയത്. അന്ന് രാത്രി വീട്ടിലെ ഡൈനിങ് ടേബിളിൽ ദേവിക ഭക്ഷണം വിളമ്പുകയായിരുന്നു. ആദിത്യൻ അസാധാരണമായി മിണ്ടാതിരുന്നു. മനസ്സ് മുഴുവൻ മീരയിലായിരുന്നു. എന്തെങ്കിലും ടെൻഷനുണ്ടോ? ദേവിക പതിയെ ചോദിച്ചു. മൈൻഡ് യുവർ വേർഡ്സ്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. വീണ്ടും ആ പഴയ മുരടൻ സ്വഭാവം. എൻ്റെ ദൈവമേ, ഓരോ ദിവസവും ഓരോ സ്വഭാവമാണല്ലോ. മോന്തിന് ഇതിനേക്കാൾ ഭേദം. അവൾ ഓരോന്ന് പേർപെടുത്ത് അവിടെ നിന്നും പോന്നു. ദിവസങ്ങൾ കടന്നു. മീരയും ആദിത്യനും വീണ്ടും പഴയ പോലെ സംസാരിക്കാൻ തുടങ്ങി. കോളേജിലെ ക്യാൻറ്റീൻ, ഗ്രൗണ്ട്, പഴയ ഓർമ്മകൾ. മീര ഇടയ്ക്കിടെ അവനോട് പറയും, നീ ഒട്ടും മാറിയിട്ടില്ല ആദി. അപ്പോൾ ചെറുതായി ശരിക്കും. ദേവിക കോളേജിലേക്ക് ആദ്യം മിടിച്ചു പറഞ്ഞ പോലെ അവൻ്റെ ഫയൽസ് കൊണ്ടുവന്നു. അവൾ സ്റ്റാഫ് റൂമിൻ്റെ മുന്നിലെത്തി അവനെ നോക്കുകയായിരുന്നു. അവിടെ അവൾ കണ്ട കാഴ്ച അവളുടെ ഹൃദയം തകർത്തു. മീര ചിരിച്ചുകൊണ്ട് ആദിത്യൻ്റെ അടുത്ത് ഇരിക്കുന്നു. ആദിത്യനും അവളോട് ഓരോന്ന് സംസാരിച്ചിരിക്കുകയാണ്. ആ ചിരി ദേവിക ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അപ്പോൾ സ്റ്റാഫ് റൂമിൽ പറഞ്ഞു, സർ ആൻഡ് മീരമ്മ ലുക്ക് പെർഫെക്റ്റ് ടുഗദർ. അത് കേട്ട് അവിടെ എല്ലാവരും ചിരിച്ചു. ദേവികയുടെ കൈ വിറച്ചു. അവൾ കൊണ്ടുവന്ന ബുക്സും ഫയൽസും താഴെ വീണു. ശബ്ദം കേട്ട് ആദിത്യൻ തിരിഞ്ഞു. ദേവിക. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷെ അവൾ ചിരിക്കാൻ ശ്രമിച്ചു. സോറി ഡിസ്റ്റർബായോ? ആദിത്യൻ എന്തോ പറയാൻ ചെന്നതും അവൾ പതിയെ ഇങ്ങോട്ട് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇനി എത്ര പുറത്തതെന്ന്. ആ വാക്ക് ആദിത്യൻ്റെ നെഞ്ചിൽ ഒരു ഭാരമായി വീണു. അവൾ തിരിഞ്ഞു നടന്നു. പക്ഷെ ആ ദിവസം ആദ്യമായി അവൾ കരയുന്നത് കണ്ടപ്പോൾ ആദിത്യൻ്റെ ഹൃദയം അസ്വസ്ഥമായി. അന്ന് വീട് സാധാരണമായി നിശബ്ദമായിരുന്നു. ഡൈനിങ് ടേബിളിൽ ഭക്ഷണമുണ്ടായിരുന്നു. പക്ഷെ ദേവിക വന്നില്ല. ആദിത്യന് മുകളിലെ മുറിയിലേക്ക് നടന്നു. വാതിൽ ചെറുതായി തുറന്നിരുന്ന അകത്ത് ദേവിക ജനലിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. കരഞ്ഞതായി വ്യക്തമായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കിയില്ല. ഭക്ഷണം കഴിച്ചില്ലേ? ദേവിക ചെറിയ ചിരി വെക്കാൻ ശ്രമിച്ചു. വിശപ്പില്ല. മെഡിസിൻ കഴിക്കേണ്ടതല്ലേ? ഞാൻ നോക്കാം. അവളുടെ ശബ്ദത്തിൽ ഒരു അകലമുണ്ടായിരുന്നു. ആദിത്യന് അസ്വസ്ഥത തോന്നി. കോളേജിൽ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞിറങ്ങി പോകുന്നത്? ഡ്രാമ കളിച്ചതാണോ? ദേവിക പതിയെ തിരിഞ്ഞു. ആ കണ്ണുകളിൽ ആദ്യമായി തളർച്ചയല്ല, ഒരു തീരുമാനമുണ്ടായിരുന്നു. ഡ്രാമ? അവൾ ചെറുതായി ചിരിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അൺവാണ്ടഡ് ഗസ്റ്റ് ആണെന്ന് വീണ്ടും റിമൈൻഡ് ആയത്. ആദിത്യൻ നിശബ്ദമായി. ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യില്ല. അവൻ മേശപ്പെടുത്തുന്ന വിവാഹ ഫോട്ടോ നോക്കി പക്ഷെ ഒരു ചോദ്യം. നിങ്ങൾ ഇത്രയും കാലം എന്നെ എന്തിനു പണിഷ് ചെയ്തു? ആദിത്യന് മറുപടിയില്ലായിരുന്നു. കാരണം അതിന് ശരിയായ മറുപടി അവനില്ലായിരുന്നു. പിന്നീട് ദേവിക മാറാൻ തന്നെ തീരുമാനിച്ചു. അവൾ കരയുന്നത് നിർത്തി. പ്രതീക്ഷിക്കുന്നത് നിർത്തി. ഫുഡ് തയ്യാറാക്കി ടേബിളിൽ വെക്കും. ആവശ്യത്തിന് മാത്രം സംസാരിക്കും. ആദിത്യന് അത് ഇഷ്ടമായില്ല. വിചിത്രമായി അവളുടെ നിശബ്ദത അവനെ അലട്ടാൻ തുടങ്ങി. ഒരു ദിവസം ആദിത്യൻ വീട്ടിലെത്തിയപ്പോൾ ദേവിക വീട്ടിലില്ലായിരുന്നു. ദേവിക റെസ്പോൺസ് ഇല്ല. കിച്ചണും ഹാളും എം ടി ആയിരുന്നു. ടേബിളിൽ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈബ്രറിയിൽ പോയി വരാം. ഭക്ഷണം ഫ്രിഡ്ജിലുണ്ട്. ആദിത്യൻ ആ നോട്ട് വീണ്ടും വായിച്ചു. എന്തോ ഒരു ചുവനത അവനെ അലട്ടി. എന്താ ഇത്? ഞാൻ അവളെ അന്വേഷിക്കുകയാണ്. അതേസമയം ലൈബ്രറിയിൽ ദേവിക പഴയ സുഹൃത്ത് അർജുനെ കണ്ടു. ദേവി. അവൾ തിരിഞ്ഞു നോക്കി. അർജുൻ കോളേജ് കാലത്ത് സുഹൃത്തായിരുന്നു. അർജുൻ, എന്തൊക്കെ നിന്റെ വിവരം? നീ ഓക്കെ ആണോ? ഹാപ്പിയല്ലേ ലൈഫൊക്കെ? ആ ചോദ്യം കേട്ടതോടെ ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഫൈൻ. ആദ്യമൊക്കെ നീ ഒരിക്കലും ഫേക്ക് സ്മൈൽ ചെയ്യാറില്ലായിരുന്നു. ആ വാക്ക് കേട്ട് ദേവിക്ക് അറിയാതെ ചിരി വന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അവൾ മനസ്സ് തുറന്ന് സംസാരിച്ചു. അതേസമയം വീട്ടിൽ ആദിത്യൻ ദേഷ്യത്തിലായിരുന്നു. രാത്രി 8 മണി, 9 മണി, 10 മണി ദേവിക എത്തിയില്ല.
ആയത്തിന് വീണ്ടും വീണ്ടും ക്ലോക്ക് നോക്കി. കാൾ ചെയ്തു. നോ ആൻസർ. വീണ്ടും കാൾ ചെയ്തു നോക്കി. കുറച്ച് സമയത്തിന് ശേഷം അവൾ വാതിൽ തുറന്ന് ദേവിക കത്ത് വന്നു. അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നീ എവിടെയായിരുന്നു? ആദിത്യന്റെ ശബ്ദം കടുത്തു നിറഞ്ഞിരുന്നു. ദേവിക ഞെട്ടി. ലൈബ്രറി. 10 മണി വരെ? എന്ത് ലൈബ്രറി? എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഫ്രണ്ട്? അർജുൻ. ആ പേര് കേട്ടപ്പോൾ ആദിത്യന്റെ മുഖം കടുത്തു. നിനക്ക് കോമൺ സെൻസ് ഇല്ലേ? ദേവിക ആശ്ചര്യത്തോടെ നോക്കി. മാരീഡ് വുമൻ ആണെന്ന് ഓർമ്മ വേണം. ആ വാക്കി കേട്ട് ദേവികയുടെ ക്ഷമ അവസാനിച്ചു. റിയലി? അവൾ നേരെ അവൻ്റെ കണ്ണിൽ നോക്കി. ഭർത്താവ് മറ്റൊരു സ്ത്രീയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ, പക്ഷെ ഞാനൊരു പഴയ ഫ്രണ്ടിനെ കാണുന്ന പ്രോബ്ലം ആണല്ലേ? ആയത്തിന് ഒന്നും മിണ്ടാതെ നിന്നു. നിങ്ങൾക്ക് എൻ്റെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല പ്രൊഫസർ. ആ വാക്ക് നെഞ്ചിൽ എന്തോ കുത്തിയെ പോലെ തോന്നി. അവൻ ദഹിപ്പിക്കുന്നൊരു നോട്ടം നോക്കി അവിടുന്ന് പോയി. അടുത്ത ദിവസം കോളേജിൽ മീര കോഫി ടേബിളിൽ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. ആദ്യം അവിടേക്ക് വന്നു. എന്തായത്? എന്തെന്ന് പറ്റിയെന്ന്? നത്തിങ്, മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹസ്ബൻഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയോ? ആയത്തിന് പെട്ടെന്ന് ചോദിച്ചു. നിരംശബ്ദമായി പറയാൻ അവൾ പതിയെ പറഞ്ഞു. ഞങ്ങൾ ഒഫീഷ്യലി ഡിവോഴ്സായി. ആയത്തിന് ഞെട്ടി. അവൾ അവൻ്റെ കൈ വെച്ചു. നിന്നെ വിട്ടുപോയത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അന്ന് എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ നിന്റെ കൂടെ നിൽക്കണമായിരുന്നു. ആ നിമിഷം പഴയ ആദിത്യനായിരുന്നെങ്കിൽ ഹൃദയം കുലുങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പോൾ മനസ്സിൽ പെട്ടെന്നൊരു മുഖം ഓർമ്മ വന്നു. ദേവിക. അവൻ പെട്ടെന്ന് കൈവലിച്ചു. മീര, ചില കാര്യങ്ങൾ ലേറ്റായി. മീരയുടെ മുഖം പെട്ടെന്ന് മാറി. നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നില്ലേ? ആദിത്യൻ ആദ്യമായി ഉത്തരം പറയാൻ പറ്റാതെ നിന്നു. കാരണം അവൻ്റെ മനസ്സ് മറ്റൊരിടത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവനത് ഇനിയും മനസ്സിലാക്കിയിരുന്നില്ല. അന്ന് വൈകുന്നേരം ദേവിക ബാൽക്കണിയിൽ ഇരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. അവളുടെ ഫോൺ റിങ് ചെയ്ത് അവൾ ഫോണെടുത്ത് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തിന് മുകളിൽ കയറി വന്നു. ഓക്കെ അർജുൻ, ടുമാറോ കാണാം. അവൻ്റെ മുഖം കടുത്തു. അഗൈൻ ഹിം. ദേവിക ശാന്തമായി നോക്കി. അതെ, അതിനെന്താ പ്രശ്നം? നാളെ പോകരുത്. അതെന്താ? എന്നുകൊണ്ട് ഞാൻ പോവണ്ടെന്ന്? ബിക്കോസ് ഐ സെഡ് സോ. ദേവിക ഒന്ന് ചിരിച്ചു. പക്ഷെ ആ ശരിയിൽ വേദനയുണ്ടായിരുന്നു. ഇത്ര നാൾ ഹസ്ബൻഡ് റൈറ്റ്സ് വൈഫ് റൈറ്റ്സ് ഒന്നും നമ്മുടെ ഇടയില്ലല്ലോ. എന്നിട്ട് ഇപ്പോഴാണോ പെട്ടെന്ന് ഓർമ്മ വന്നത്? അവ അക്കാര്യത്തിന് ശബ്ദയാക്കി. അന്ന് രാത്രി ആദ്യത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദേവികയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ മുങ്ങിക്കൊണ്ടിരുന്നു. ഇത്ര നാൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റൈറ്റ്സ് ഒന്നും യൂസ് ചെയ്തില്ല. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. അവനക്ക് ദേഷ്യം തോന്നി. പക്ഷെ അതിലേറെ അധികം അവനെ അസ്വസ്ഥയാക്കി. എന്തെന്നാണ് അവനോ അർജുനോട് സംസാരിക്കും എനിക്ക് മനസ്സ് കരുതുന്നത്? എന്തിനാണ് വൈകി വന്നപ്പോൾ പേടി തോന്നിയത്? എന്തിനാണ് അവളുടെ ചിരി മറ്റൊരാൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ നെഞ്ചു മുറുകിയത്? അവൻ കണ്ണടച്ചുറങ്ങാൻ നോക്കി. പക്ഷെ മനസ്സിൽ വീണ്ടും വന്ന ദേവിയുടെ മുഖം. കരഞ്ഞ മുഖം, ചിരിക്കുന്ന മുഖം, വേദന മറച്ച മുഖം. അവൻ അസ്വസ്ഥനായി എഴുന്നേറ്റിരുന്നു. നോ, ഇത് സിമ്പതി മാത്രം. പക്ഷെ അവൻ്റെ മനസ്സ് വീണ്ടും ചോദിക്കുന്നു, എങ്കിൽ അവൾ പോയാൽ നിനക്കെന്തിന് പേടി? അടുത്ത ദിവസം ദേവിക തയ്യാറായി പുറത്തേക്ക് പോവുകയായിരുന്നു. സാധാരണ സൽവാറല്ല ഇന്ന് അവളുടെ വേഷം. ലളിതമായൊരു ബ്ലൂ സാരി, മുടി പകുതി വെട്ടി, വളരെ സുന്ദരിയായി. ആദ്യം താഴേക്ക് വന്നപ്പോൾ ഒരു നിമിഷം നിന്ന് പോയി. ഞാൻ പോകുന്നു, ദേവിക പറഞ്ഞു. എവിടേക്ക്? അർജുനെ മീറ്റ് ചെയ്യാൻ. ഡോണ്ട് ഗോ. റീസൺ? ആദ്യത്തിനൊന്നും മിണ്ടാതെ നിന്നു. റീസൺ ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് പറയണോ? ബിക്കോസ് ഐ ഫീൽ ജീരിയസ് എന്ന് പറയണം? തൽക്കാലം ഒന്നും മിണ്ടണ്ട, അതാ നല്ലതെന്ന് കരുതാൻ അവളെ തുറച്ചു നോക്കി. റിലാക്സ് പ്രൊഫസർ. അവൾ ബാഗെടുത്തു. നിങ്ങളുടെ ഭാര്യ എവിടെ പോകുന്നെന്ന് കെയർ ചെയ്യുന്നുവെങ്കിൽ അതല്പം ലേറ്റായി. വാതിലടഞ്ഞ് വീട് പെട്ടെന്ന് ശൂന്യമായി. കഫേയിൽ അർജുൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫെനിലെ മേഡം ഒന്ന് വന്നു. ദേവിക ചിരിച്ചു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അവൾ സ്വതന്ത്രമായി സംസാരിക്കുകയായിരുന്നു. അർജുൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ ഇപ്പോഴും ഹാപ്പിയല്ലല്ലോ? ഞാൻ ഓക്കെയാണ്. വീണ്ടും നുണ പറയുന്നു. ദേവിക ഒന്നും മിണ്ടാതെ കോഫി കപ്പെടുത്തു. ഹാപ്പി അല്ലെങ്കിൽ പിന്നെ എന്തിനാ എല്ലാം സഹിച്ചവിടെ നിൽക്കുന്നേ? ആ വാക്കുകളുടെ മനസ്സിൽ കുടുങ്ങി. അതേസമയം ആദ്യത്തിന് കോളേജിൽ ക്ലാസ് എടുക്കുമ്പോഴും കോൺസെൻട്രേഷൻ ഇല്ല. സ്റ്റുഡൻറ്റ് ഡൗട്ട് ചോദിക്കുന്നു, അവൻ കേൾക്കുന്നില്ല. സ്റ്റാഫ് റൂമിൽ മിര സംസാരിക്കുമ്പോൾ മൈൻഡ് അപ്സെറ്റ്. ഫോണെടുത്ത് ദേവികയുടെ വാട്സപ്പ് തുറന്ന് ടൈപ്പിംഗ്. ഡിലീറ്റ്, അഗെയിൻ ടൈപ്പ്. എപ്പോഴാണ് വരുന്നത്? ഡിലീറ്റ്. അവൻ ഫോൺ അവിടെ തന്നെ വെച്ചു. സ്വയം ദേഷ്യം തോന്നി. വൈകുന്നേരം മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു. റോഡിൽ നല്ല ട്രാഫിക്. ആദിത്യൻ വീട്ടിലെത്തി. ദേവിക എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൻ TV ന്യൂസിൽ വെച്ചു സോഫയിൽ ഇരിക്കാൻ തുടങ്ങിയതും ഹെവി മഴ കാരണം ബ്രിഡ്ജ് ആക്സിഡന്റ് എന്ന് ന്യൂസ് കാണിച്ചതും ആ റൂട്ട് ദേവിക പോയ വഴി. ഒരു നിമിഷം അവൻ്റെ ശരീരം തണുത്തുപോയി. ദേവിക. അവൾ കാൾ ചെയ്തു. നോ റെസ്പോൺസ്. കാർ കീയെടുത്ത് പുറത്തേക്ക് ഓടി. മഴ കനത്തിരുന്നു. ഹോസ്പിറ്റൽ മുതൽ പോലീസ് സ്റ്റേഷൻ വരെ എല്ലായിടത്തും അന്വേഷിച്ചു. ആദ്യമായി അവൻ അവൾക്ക് വേണ്ടി മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, അവൾക്കൊന്നും സംഭവിക്കരുത്. കാരണം ഇപ്പോൾ അവന് മനസ്സിലായി, അവൾ പോയാൽ ഈ ജീവിതം അല്ല എന്ന്.
അവൻ നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങി. രാത്രി 10:30 വാതിൽ തുറന്നു. ശരീരം മുഴുവൻ നനഞ്ഞ് ദേവിക അകത്തേക്ക് വന്നു. കോപവും പേടിയും കലർന്ന കണ്ണുകളോടെ നിൽക്കുന്ന ആദിത്യനെ കണ്ട് അവൾ ഞെട്ടി. അവൻ നേരെ വന്ന് അവളുടെ കൈ ശക്തമായി പിടിച്ചു. "നീ എവിടെയായിരുന്നെടി?" ദേവിക അമ്പരന്നു. ആ ശബ്ദം വിറക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ പേടി നിറഞ്ഞു നിന്നിരുന്നു. "ഞാൻ എത്രമാത്രം പേടിച്ചെന്ന് നിനക്കറിയാമോ? എല്ലാ ഹോസ്പിറ്റലിലും നിന്നെ തിരഞ്ഞു." ഒരു നിമിഷം ഇരുവരും നിശബ്ദയായി. അവൻ വേഗത്തിൽ ചെന്ന് അവളെ ചേർത്തും പിടിച്ചു. വളരെ ശക്തമായി അവളെ തന്നിലേക്ക് ചേർത്തു. "ദേവിക, ഇനി ഇത് ആവർത്തിക്കരുത്." ദേവിക ഒരു നിമിഷം സ്റ്റക്കായി നിന്നു. കാരണം അവനിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം ഇതാദ്യമായിരുന്നു. അവളെ ചേർത്ത് പിടിക്കുന്നു. അവളെ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്നു. അവൻ പെട്ടെന്ന് അവളിൽ നിന്നും മാറി നിന്നു. "പെട്ടെന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്യും. മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. കോൾഡ് വരും." അതും പറഞ്ഞ് ഞാൻ അവിടുന്ന് പോയി. ദേവിക അന്തം വിട്ടവൻ പോയ വഴി നോക്കി നിന്നു. ഇത്ര നാളെ ഒരു സ്നേഹവാക്ക് പോലും കിട്ടാത്ത ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പെരുമാറിയത് തന്നെ വലിയ കാര്യം. പക്ഷെ അവൾ മനസ്സിനെ പിടിച്ചു വെച്ചു. "ദേവിക, ഒന്നും പ്രതീക്ഷിക്കണ്ട." ഒരു ദിവസം ദേവിക ചെടികൾക്ക് വെള്ളം ഒഴുക്കിയായിരുന്നു. അപ്പോൾ ഗേറ്റിന്റെ മുന്നിൽ അർജുൻ ബൈക്കുമായി നിൽക്കുന്നു. "ഹായ് ദേവിക, എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ? വാ, കയറി വാ. ലൈബ്രറിയിൽ നിന്നും എടുത്ത ബുക്ക് റിട്ടേൺ ചെയ്യാൻ പോകണ്ട." അവൾ അവനക്ക് നല്ലൊരു കോഫി ഇട്ട് കൊടുത്തു. ദേവികയും അവനോടൊപ്പം ഇരുന്നു കോഫി കുടിച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് ആദിത്യൻ അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടവന് ദേഷ്യം ഇരച്ചു കയറി. "ഹു ഈസ് ദിസ്?" അവൻ്റെ ശബ്ദം വളരെ കടുപ്പത്തിലായിരുന്നു. അർജുൻ കൈനീട്ടി. "ഞാൻ അർജുൻ, ദേവികയുടെ ഫ്രണ്ടാണ്." ആദിത്യൻ കൈ കൊടുത്തില്ല. ദേവിക മുഖം ചുളിഞ്ഞ് അവനെ നോക്കി. "പ്രൊഫസർ ആദിത്യൻ," അവൻ ഓർഡർ കൊടുക്കും പോലെ പറഞ്ഞു. "ശരി, ഓക്കെ, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് അർജുൻ ഇറങ്ങി. "ഇതെന്ത് ബിഹേവിയറാണ് പ്രൊഫസർ? നിങ്ങൾക്കുമില്ല ഫ്രണ്ട്സ്?" "എക്സ്ക്യൂസ് മീ, ഒരു മാരീഡ് വുമൻ ആയിട്ടാണോ അവൻ്റെ കിന്നാരം?" "സ്റ്റോപ്പ് ഇറ്റ്." ആദ്യമായി അവന് നേരെ ദേവിക ശബ്ദം ഉയർത്തി. "നിങ്ങൾക്ക് മറ്റൊരു പെണ്ണിനോടൊപ്പം കോഫി കുടിക്കുന്നതും സംസാരിക്കുന്നതും ഓക്കെ ആണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചാൽ അത് വലിയ തെറ്റാണല്ലേ?" "ആ, അതെ. കാരണം ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ഹിം അറൗണ്ട് യു." ആ വാക്ക് അറിയാതെ എൻ്റെ വായിൽ നിന്നും പുറത്തു വന്നു. "എന്തുകൊണ്ട്?" ആയത്തിനൊരു നിമിഷം മിണ്ടാതെ നിന്നു. കാരണം അതിൻ്റെ മറുപടി അവന് തന്നെ അറിയില്ലായിരുന്നു. ഒരു ദിവസം മീര വീട്ടിലേക്ക് വന്നു. ദേവിക വാതിൽ തുറന്നു. "ഹായ് ദേവിക, ആദിയുണ്ടോ?" അപ്പോഴേക്കും ആദിത്യൻ താഴേക്ക് വന്നു. മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "നമ്മുടെ പഴയ കാലത്തെ പോലെ നമുക്ക് കുറച്ച് സമയം ഒന്നിച്ച് ചിലവഴിക്കണമെന്ന് ഞാൻ കരുതി വന്നതാ." ആ വാക്ക് ദേവികയുടെ മുന്നിൽ മീര മനഃപൂർവ്വം പറഞ്ഞതായിരുന്നു. ആദിത്യൻ ആകെ അൺകംഫർട്ടബിളായി. മീര, ഇത് വീടാണ്." മീര സോഫയിലിരുന്നു. "ദേവിക ലക്കിയാണ്. ഈ ആദി ഒരാളെ ഡീപ്പായി ലവ് ചെയ്താൽ ആർക്കും വിട്ടുകൊടുക്കില്ല." ആ വാക്ക് കേട്ട് ദേവിയുടെ ഹൃദയം ഒന്ന് മങ്ങി. "അവർ തമ്മിൽ എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തിനാ അവരുടെ ഇടയിൽ നിൽക്കുന്നു?" അവൾ ശാന്തമായി കിച്ചണിലേക്ക് നടന്നു. രാത്രി ദേവിയുടെ മുറിയിൽ സൂട്ട്കേസ് പുറത്തെടുത്തു വസ്ത്രങ്ങൾ മടക്കി വെക്കാൻ തുടങ്ങി. വാതിൽ തുറന്ന് ആദിത്യനകത്തു വന്നു. "എന്താ ഇത്?" "ഞാൻ കുറച്ച് ദിവസത്തിന് വീട്ടിലേക്ക് പോകുന്നു." "വൈ?" "നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു ഗസ്റ്റ് മാത്രമല്ലേ? എനിക്ക് എപ്പോൾ വേണേലും പോവാലോ." അവൾ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. "ഞാൻ ഒരുപാട് ശ്രമിച്ചു." പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. "പക്ഷെ എൻ്റെ ആത്മാഭിമാനം ഇനിയും കൊല്ലാൻ പറ്റില്ല." ദേവിക സൂട്ട്കേസ് അടച്ചു. മുറിയിലാകെ നിശബ്ദത. ആദിത്യൻ വാതിലിലേക്ക് വന്നു. ജീവിതത്തിൽ ആദ്യമായി അവന് വാക്കുകൾ കിട്ടുന്നില്ല. ക്ലാസ് റൂമിൽ നൂറുകണക്കിന് സ്റ്റുഡൻസിനോട് മണിക്കൂറുകൾ സംസാരിക്കുന്ന മനുഷ്യൻ സ്വന്തം ഭാര്യയെ നിർത്താൻ ഒരു വാക്ക് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. "ദേവിക." അവൾ തിരിഞ്ഞില്ല. "പ്ലീസ്, നീ പോകരുത്." ആ ശബ്ദം ആദ്യമായി അഹങ്കാരമില്ലാത്തതായിരുന്നു. ദേവിക ഒന്ന് നിശ്ചലമായി. "റീസൺ?" "ഇത്ര നാളായി മുറിവേൽപ്പിച്ച മനുഷ്യൻ ഇപ്പോൾ എന്തവകാശത്തിലാണ് ഇവിടെ നിൽക്കാൻ പറയുന്നത്?" ദേവിക ബാഗ് എടുത്തു. "ലൈറ്റായി പ്രൊഫസർ." അവൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം ആദിത്യൻ അവളുടെ കൈ പിടിച്ചു. "ഡോണ്ട് ഗോ." ദേവിക കൈ വിടുവിക്കാൻ ശ്രമിച്ചു. "പ്ലീസ് പോവരുത്." അവളുടെ കണ്ണുകൾ നിറഞ്ഞു. "ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. നിന്റെ കണ്ണുനീർ കാണുമ്പോൾ പോലും ഞാൻ ഈഗോ പിടിച്ചു നിന്നു. ഞാൻ ഒരുപാട് ക്രൂവൽ ആയി പെരുമാറിയിട്ടുണ്ട്." ദേവിക നിശബ്ദമായി കേട്ടു. കാരണം ഇത് അവൾ പരിചയമുള്ള ആദിത്യനല്ല. അവൻ പതിയെ പറഞ്ഞു. "ഞാൻ മീരയെ ലവ് ചെയ്തിരുന്നു. പക്ഷെ അത് എൻ്റെ പാസ്റ്റ് ആയിരുന്നു. ഞാനത് എക്സ്പെക്ട് ചെയ്യില്ല. ഞാൻ കല്യാണം ഒന്നും ഇപ്പോൾ വേണ്ടെന്ന് തീരുമാനിച്ചത്. എല്ലാവരും കൂടി എന്നെ ഫോഴ്സ് ചെയ്തു." എല്ലാം ഒന്നും മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മീര കോളേജിൽ വരുന്നത്. പിന്നെയും എൻ്റെ മനസ്സിന് നിയന്ത്രണം വിട്ടു. അതിൻ്റെ എല്ലാ ദേഷ്യവും ഞാൻ നിന്നോട് തീർത്തു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. "പക്ഷെ നീ എൻ്റെ ജീവിതത്തിൽ വന്ന് എല്ലാം മാറി." "ഐ ലവ് യു ദേവിക." മുറി നിശബ്ദമായി. ദേവികയുടെ കണ്ണുനീർ പതിയെ വീണു. ഈ വാക്ക് കേൾക്കാൻ അവൾ എത്ര രാത്രികൾ കരഞ്ഞു, എത്ര തവണ കാത്തിരുന്നു. "ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ ഓരോ ദിവസവും നിങ്ങൾ എന്നെ തകർത്തു കൊണ്ടിരുന്നു." അവൻ പതിയെ അവളുടെ അടുത്ത് വന്നു. "ഒരു ചാൻസ് കൊടുത്താ എനിക്ക്. ഞാൻ പ്രൂവ് ചെയ്യും. ഭർത്താവായാൽ ആദ്യം നല്ല മനുഷ്യനായി." "എന്താ, എനിക്കൊരു ചാൻസ് തരില്ലേ?" അവൻ അവളുടെ താടി പിടിച്ചുയർത്തി ചോദിച്ചു. തരാം." അവൾ ചിരിച്ചു. ആദിത്യൻ്റെ നെഞ്ചിൽ തല ചായ്ച്ച് ചിരിച്ചു.
ചില പ്രണയങ്ങൾ വൈകിയാണ് വരുന്നത്, പക്ഷെ വന്ന ഹൃദയം മുഴുവൻ മാറ്റിമറിക്കും.